കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് വന്നത്. ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസാണ് ഇവരിലേക്ക് എത്തിയത്. ഫെമ ചട്ടലംഘനം ഉണ്ടായ എന്ന ഇ.ഡി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി വന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ഈ കംപ്ലൈന്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച കംപ്ലൈന്റിനുള്ള തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഷോക്കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CEO കെ.എം. എബ്രഹാം, അതോടൊപ്പം തന്നെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ്. കിഫ്ബിക്കും നോട്ടീസ് പോയിട്ടുണ്ട്. 2019 മസാല ബോണ്ട് ഇറക്കിയത്. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മറ്റും വഴിയാണ് മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിച്ചത്. ആ പണം അടിസ്ഥാന വികസന പദ്ധതികൾക്കും മറ്റുമൊക്കെയാണ് ഉപയോഗിച്ചത് എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ മസാല ബോണ്ട് ഇറക്കുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ രേഖകളടക്കം, കിഫ്ബിയുടെ രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് ഇതിൽ അന്വേഷണം പൂർത്തിയാക്കി കംപ്ലൈന്റ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇ.ഡി. പറയുന്നത് ഇതിൽ ചട്ടലംഘനമുണ്ട് എന്നതാണ്. അതായത് ഈ ഫണ്ട് സമാഹരണം, വിനിയോഗം അത് വിദേശത്തെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നടത്തിയത്, അതിൽ ചട്ടലംഘനമുണ്ട് എന്നതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ സമാഹരിച്ച പണത്തിൽ നിന്ന് ഏകദേശം 466 കോടിയോളം രൂപ ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് പർച്ചേസ് നടത്തി, ഭൂമി വാങ്ങി, അത് ചട്ടലംഘനമാണ് എന്നും ഇ.ഡി പറയുന്നു. RBIയുടെ അടക്കം ഡയറക്ഷന് വിരുദ്ധമാണ് എന്നതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. എന്തായാലും ഇതടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ആ കംപ്ലൈന്റ് പോയിരിക്കുന്നതും അതിലാണ് ഇപ്പോൾ ഷോക്കോസ് വരികയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തോമസ് ഐസക്കിന് 2 തവണ ഇ.ഡി നോട്ടീസ് കൈമാറിയിരുന്നെങ്കിലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സർക്കാർ പറയുന്നത് RBIയുടെ അനുമതിയോടുകൂടിയാണ് ഈ മസാല ബോണ്ട് ഇറക്കിയത്, നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മറുപടി ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പരിശോധിക്കും. അതിനുശേഷം ഇ.ഡി. അന്വേഷണ സംഘത്തോടും കാര്യങ്ങൾ ചോദിക്കും. തുടർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഇ.ഡിയുടെ ഈ കംപ്ലൈന്റ്, അതായത് റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എതിർകക്ഷികൾക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് എതിരെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടി ഉണ്ടാകും. നടപടി എന്ന് പറയുന്നത് കിഫ്ബിയിൽ നിന്നടക്കം ഫൈൻ ഈടാക്കുക, ഏകദേശം 300% വരെ, സമാഹരിച്ച തുകയുടെ 300% വരെ ഫൈൻ ഈടാക്കാം എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ എതിർകക്ഷികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധികൾ മുഖേനയോ അഭിഭാഷകർ മുഖേനയോ അവരുടെ നിലപാട് അറിയിക്കാം. മാത്രമല്ല, അവർക്ക് ഈ നടപടിക്കെതിരെ കോടതിയെ പോകാനും അവസരം ഉണ്ട്. എന്തായാലും ഇത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കൊടുക്കുന്ന നോട്ടീസ് അല്ല, മറിച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുക്കുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.